കേന്ദ്ര ഭരണകൂടത്തിനും ബി.ജെ.പിക്കും ഏറ്റവും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തലസ്ഥാനത്ത് നിന്ന് ആ വാർത്ത വന്നിരിക്കുന്നു. ബി.ജെ.പിയുടെ ക്രൂരവർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താവായി പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ടി.വി ചാനലുകളിൽ നിരന്തരം കുറച്ചു ചാടിയിരുന്ന ഷഹസാദ് പൂനാവാല ഒടുവിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആജ്ഞാനുവർത്തിയായി നിന്ന് അവർക്ക് വേണ്ടി ഏത് അസത്യവും വിളിച്ചു പറയാൻ മടിക്കാത്ത ഒരു പ്രമുഖ നേതാവ് കൂടി പടിയിറങ്ങുമ്പോൾ ബി.ജെ.പി എന്ന തകരുന്ന കൊട്ടാരത്തിന്റെ ചിത്രം ഒന്നുകൂടി വ്യക്തമാവുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന് പിന്നാലെ ഇപ്പോൾ പൂനാവാലയും പടിയിറങ്ങുമ്പോൾ ബി.ജെ.പി നേരിടുന്നത് കേവലം ആളുകളുടെ കുറവല്ല, മറിച്ച് തങ്ങളുടെ ആശയപരമായ പാപ്പരത്വവും തകർച്ചയുമാണ്. വർഷങ്ങളായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പരസ്യമായി അധിക്ഷേപിക്കാനും കേന്ദ്ര സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാനും ടെലിവിഷൻ ചാനലുകളിൽ ചാനൽ മുറികളിൽ ബി.ജെ.പിക്ക് വേണ്ടി കയറിയിറങ്ങിയ വ്യക്തിയാണ് ഈ ഷഹസാദ് പൂനാവാല. ബി.ജെ.പിയുടെ ദേശീയ വക്താവെന്ന പദവിയിലിരുന്ന് എന്ത് വിദ്വേഷവും വിളമ്പി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ച പൂനാവാലയ്ക്ക് പോലും ഇപ്പോൾ ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അകത്ത് നടക്കുന്ന വൻ അധികാര വടംവലികളും ഭിന്നതകളുമാണ് ഈ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. മോദിക്കും ബി.ജെ.പിക്കും വേണ്ടി അഹോരാത്രം പണിഞ്ഞിട്ടും ഒടുവിൽ അപമാനം മാത്രം ബാക്കിയായപ്പോൾ ഓടി രക്ഷപ്പെടേണ്ടി വന്ന മറ്റൊരിര മാത്രമായി പൂനാവാല മാറിയിരിക്കുന്നു. തന്റെ സോഷ്യൽ മീഡിയ ബയോയിൽ നിന്ന് ബി.ജെ.പി വക്താവ് എന്ന പേര് വെട്ടിമാറ്റിയ പൂനാവാലയുടെ അവസ്ഥ ശരിക്കും ദയനീയമാണ്. താൻ സജീവ രാഷ്ട്രീയം വിടുകയാണെന്നും ഇനി സാമൂഹിക സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നത് വെറും ഒരു പുകമറ മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഭരണപരാജയങ്ങൾക്ക് ഇനിയും ന്യായീകരണം കണ്ടെത്താൻ കഴിയാതെ നട്ടം തിരിയുന്ന ബി.ജെ.പി നേതാക്കളുടെ ഭയമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളും ആഭ്യന്തര കലഹങ്ങളും മൂലം താറുമാറായ ഒരു പാർട്ടിയെ ഇനിയും ചാനൽ മുറികളിൽ വന്ന് ന്യായീകരിക്കാൻ തന്റെ നാവുകൊണ്ട് കഴിയില്ലെന്ന് ഈ മുൻ വക്താവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പൂനാവാലയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ തരംതാണ അവസരവാദ രാഷ്ട്രീയം വ്യക്തമാകും. കോൺഗ്രസ് നൽകിയ മേൽവിലാസത്തിൽ വളർന്ന് ഒടുവിൽ സ്വന്തം പാർട്ടിയെയും നേതൃത്വത്തെയും ചതിച്ച് ബി.ജെ.പിയുടെ പാളയത്തിൽ അഭയം പ്രാപിച്ച വ്യക്തിയാണിത്. നരേന്ദ്രമോദിയുടെ പാദസേവ ചെയ്താൽ അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ എത്താമെന്ന് കരുതിയ പൂനാവാലയ്ക്ക് ബി.ജെ.പി നൽകിയത് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു കറിവേപ്പിലയുടെ സ്ഥാനമാണ്. സ്വന്തം സഹോദരനുമായി പോലും തെറ്റിപ്പിരിഞ്ഞ് കുടുംബ ബന്ധങ്ങൾ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബലികൊടുത്ത ഒരു വ്യക്തിക്ക് ഒടുവിൽ ബി.ജെ.പിയിൽ നിന്നും നിരാശയോടെ പടിയിറങ്ങേണ്ടി വന്നു എന്നത് കാലത്തിന്റെ കാവ്യനീതി മാത്രമാണ്. പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ തെഹ്സീൻ പൂനാവാലയുടെ ഇളയ സഹോദരനാണ് ഷഹസാദ് പൂനാവാല. ഷഹസാദ് കോൺഗ്രസ് വിട്ട് ടി.വി ചർച്ചകളിൽ പാർട്ടിയെയും നേതൃത്വത്തെയും ആക്രമിക്കാൻ തുടങ്ങിയതോടെ രണ്ട് സഹോദരന്മാർക്കും ഇടയിൽ വലിയ പ്രതിഷേധമുയർന്നു. കോൺഗ്രസ് അനുഭാവിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ വിമർശകനുമായ തെഹ്സീൻ പൂനാവാല ടി.വി ചർച്ചകളിൽ പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ജൂലൈ 9-നും ജൂൺ 28-നുമുള്ള തന്റെ രണ്ട് പഴയ വീഡിയോകൾ അദ്ദേഹം റീട്വീറ്റ് ചെയ്തു. അതിൽ തെരഞ്ഞെടുപ്പ് പ്രതിനിധികൾ എന്ന നിലയിൽ മാത്രം രാഷ്ട്രീയ സംഭാവനകൾ നൽകേണ്ടതില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരു വീഡിയോയിൽ രാഷ്ട്രീയത്തെക്കാൾ വളരെ വലുതാണ് സാമൂഹ്യ സേവനമെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ എങ്ങനെ രാജിവെക്കാൻ തയ്യാറാണെന്ന് അതേ ക്ലിപ്പിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ പഴയ വീഡിയോകൾ പങ്കുവച്ച ശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ഇത് വെറും ഒരു വ്യക്തിയുടെ രാജിയല്ല, മറിച്ച് ബി.ജെ.പിയുടെ നാശത്തിന്റെ തുടക്കമാണ്. ഭാരതത്തെ വർഗീയ വിഭജിച്ച് ഭരിക്കാൻ ശ്രമിച്ച മോദി ഭരണകൂടത്തിന്റെ അടിത്തറയിളകി തുടങ്ങിയെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരം നിലനിർത്താൻ ബി.ജെ.പി ഉപയോഗിച്ച ഓരോ ആയുധങ്ങളും ഒന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണഘടനയും തകർത്തുകൊണ്ട് കെട്ടിപ്പടുത്ത ബി.ജെ.പി സാമ്രാജ്യം എത്ര വേഗത്തിലാണ് തകർന്നു വീഴുന്നതെന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടിയിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.